പ്രപഞ്ചത്തിൻ്റെ അനന്തതയിലൂടെ ലക്ഷ്യമില്ലാതെ പാഞ്ഞു പോകുന്ന ഒരു ബഹിരാകാശ പേടകം പെട്ടെന്ന് അതൊരു നക്ഷത്രവ്യൂഹത്തിലേക്ക് പ്രവേശിക്കുന്നു. യാത്രക്കിടയിൽ പച്ചയും നീലയും കലർന്ന മനോഹരമായ ഒരു ഗ്രഹത്തെ അത് കടന്നു പോകുന്നു. എന്നാൽ ആ ഗ്രഹത്തിൽ നിന്നും അധികം ദൂരെയല്ലാതെ വെള്ളയും നേരിയ മഞ്ഞയും കലർന്ന മറ്റൊരു സുന്ദരമായ ഗ്രഹം ആ പേടകത്തിൻ്റെ കണ്ണിൽപ്പെട്ടു. അതോടെ ആ പേടകത്തിൻ്റെ ലക്ഷ്യം ആ ഗ്രഹമായി. പക്ഷേ ആ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കടന്നതും ആ പേടകത്തിന് അതികഠിനമായ താപനിലയും വായുസമ്മർദ്ദവും അനുഭവപ്പെടാൻ തുടങ്ങി. തൊട്ടു പിന്നാലെ തിളച്ചുമറിയുന്ന സൾഫ്യൂരിക് ആസിഡ് മഴയും കൊടുങ്കാറ്റും ആ പേടകത്തെ മൂടി. പുറത്തുനിന്നും നോക്കിയപ്പോൾ കണ്ട സൗന്ദര്യമൊന്നും ആ ഗ്രഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല. ആ ഗ്രഹം ഒരു നരകതുല്യമായ ലോകമായിരുന്നു. ഇങ്ങനെ നരകതുല്യമായ ഒരു ഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു ഗ്രഹം നമ്മുടെ അയൽപ്പക്കത്ത് തന്നെയുണ്ട്. അതാണ് രാത്രിയാകാശത്തിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ വീനസ്. വീനസിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൂര്യനിൽ നിന്നും രണ്ടാമത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് വീനസ്. സൂര്യനിൽ നിന്നുള്ള ശരാശരി ദൂരമെന്നത് ഏകദേശം 10,82,00,000 കിലോമീറ്ററാണ്. വീനസ് ഒരു റോക്കി പ്ലാനറ്റ് ആണ്. അതായത് ഭൂമിയെപ്പോലെ ഖരരൂപത്തിൽ ഉപരിതലമുള്ള ഗ്രഹം. വലിപ്പത്തിലും മാസിലും ഭൂമിയോട് സാമ്യമുള്ള ഗ്രഹമാണ് വീനസ്. അതുകൊണ്ട് തന്നെ വീനസിനെ ഭൂമിയുടെ സഹോദരൻ എന്നും വിളിക്കാറുണ്ട്. വീനസിൻ്റെ വ്യാസമെന്നത് ഏകദേശം 12,104 കിലോമീറ്ററാണ്. നമ്മുടെ ഭൂമിയുടെ വ്യാസമെന്നത് ഏകദേശം 12,756 കിലോമീറ്ററാണ്. താരതമ്യേന പറഞ്ഞാൽ വീനസിൻ്റെ വ്യാസം ഭൂമിയുടേതിൽ നിന്നും വെറും 652 കിലോമീറ്റർ മാത്രമാണ് കുറവുള്ളത്. ഭാരമാണെങ്കിൽ ഭൂമിയുടെ 81.5%. ഇങ്ങനെയൊക്കെയാണെങ്കിലും വീനസിൻ്റെ അവസ്ഥകൾ ഭൂമിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ് വീനസ്. വീനസിൻ്റെ ശരാശരി ഉപരിതല താപനില എന്നത് ഏകദേശം 464 ഡിഗ്രി സെൽഷ്യസ് ആണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഉയർന്ന അളവാണ് ഇതിന് കാരണം. വീനസിൻ്റെ അന്തരീക്ഷത്തിലുള്ളതിൽ വെച്ച് ഏകദേശം 96.5% കാർബൺ ഡൈ ഓക്സൈഡാണ്. 3.5% നൈട്രജനും ചെറിയ അളവിൽ സൾഫർ ഡയോക്സൈഡ്, ആർഗൺ, ഹീലിയം തുടങ്ങിയ വാതകങ്ങളും അന്തരീക്ഷത്തിൽ കാണാം. സൂര്യനിൽ നിന്നുമുള്ള സൂര്യപ്രകാശം വീനസിനെ ചൂടാക്കുന്നു. ചൂടായ ഉപരിതലം ആ ചൂടിനെ ബഹിരാകാശത്തേക്ക് പുറന്തള്ളാൻ ശ്രമിക്കുന്നു. പക്ഷേ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലായതിനാൽ ഇവ ആ ചൂടിനെ തടഞ്ഞ് വീനസിൽ തന്നെ പിടിച്ചു നിർത്തുന്നു. ഈ പ്രക്രിയയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായി വീനസിൻ്റെ ഉപരിതല താപനില ഉയരുന്നു. ഇതുകൊണ്ടാണ് വീനസ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമായി മാറിയത്. വീനസിന് താപനില മാത്രമല്ല കൂടുതലുള്ളത്, വീനസിൻ്റെ അന്തരീക്ഷ മർദ്ദവും കൂടുതലാണ്. വീനസിൻ്റെ ഉപരിതലത്തിലെ അന്തരീക്ഷ മർദ്ദമെന്നത് ഭൂമിയുടേതിനേക്കാൾ ഏകദേശം 92 മടങ്ങ് കൂടുതലാണ്. ഭൂമിയിലെ സമുദ്രങ്ങൾക്കടിയിൽ, അതായത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 900 മീറ്ററുകൾക്കടിയിൽ അനുഭവപ്പെടുന്ന മർദ്ദത്തിന് തുല്യമാണ് വീനസിൻ്റെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്നത്. ഇവിടെ സ്പേസ് സ്യൂട്ടുകൾ ധരിച്ചിറങ്ങിയാലും വീനസിൻ്റെ അതികഠിനമായ താപനിലയിലും സമ്മർദ്ദത്തിലും നമുക്ക് അതിജീവിക്കാൻ സാധിക്കുകയില്ല. വീനസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സൾഫ്യൂരിക് ആസിഡ് മഴ. വീനസിൻ്റെ അന്തരീക്ഷത്തിൽ സൾഫർ ഡയോക്സൈഡും ചെറിയ അളവിൽ വാട്ടർ വേപ്പറുമുണ്ട്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങൾ ഇവയുമായി പ്രതിപ്രവർത്തിച്ച് സൾഫ്യൂരിക് ആസിഡ് രൂപം കൊള്ളുന്നു. ഈ ആസിഡ് മേഘങ്ങളായി മാറുകയും മഴയായി പെയ്യുകയും ചെയ്യും. പക്ഷേ വീനസിൻ്റെ ഉപരിതലം ഏകദേശം 464 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ളതിനാൽ മഴത്തുള്ളികൾ നിലത്ത് എത്തുന്നതിന് മുൻപേ നീരാവിയായി പോകും. ചുരുക്കത്തിൽ വീനസിൽ ആസിഡ് മഴ പെയ്യുമെങ്കിലും അത് ഉപരിതലത്തിൽ എത്തുകയില്ല. അതിനു മുൻപ് തന്നെ അത് നീരാവിയായി പോകും. അതുപോലെ തന്നെ വീനസിൽ നിരന്തരമായി കാറ്റ് വീശാറുണ്ട്. വീനസിൻ്റെ മുകളിലത്തെ അന്തരീക്ഷത്തിൽ മണിക്കൂറിൽ ഏകദേശം 360 കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശുന്നത്. എന്നാൽ ഉപരിതലത്തിനടുത്ത് കാറ്റിൻ്റെ വേഗത കുറയും. എങ്കിലും അന്തരീക്ഷം വളരെ സാന്ദ്രതയുള്ളതിനാൽ ആ കാറ്റിന് വലിയ ശക്തിയുണ്ട്.
വീനസിൻ്റെ ആന്തരിക ഘടന ഭൂമിയോട് വളരെ സാമ്യമുള്ളതാണ്. ഭൂമിക്കുള്ളതുപോലെ ക്രസ്റ്റും മാന്റിലും കോറുമൊക്കെ വീനസിനുമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. രണ്ട് ഗ്രഹങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസമെന്നത് മാഗ്നറ്റിക് ഫീൽഡും ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ ചലനവും വീനസിനില്ല എന്നതാണ്. ഉപരിതലത്തിൽ അതികഠിനമായ ചൂട് അനുഭവപ്പെടുന്നതിനാലും ഉപരിതലം വരണ്ട് കിടക്കുന്നതിനാലുമാകും ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ ചലനമില്ലാത്തതെന്നാണ് ശാസ്ത്രലോകം കരുതുന്നത്. അതുപോലെ വീനസിൽ ഇടയ്ക്കിടയ്ക്ക് അഗ്നിപർവ്വത സ്ഫോടനങ്ങളും സംഭവിക്കുന്നുണ്ട്. ടെക്ടോണിക് പ്ലേറ്റ്സ് ചലിക്കാത്തതിനാൽ വീനസിൻ്റെ ഉള്ളിലുള്ള ചൂട് പുറന്തള്ളപ്പെടുകയില്ല. കാലക്രമേണ ചൂട് വീനസിൻ്റെ അകത്ത് ക്രമാതീതമായി കൂടുകയും ചൂടും സമ്മർദ്ദവും താങ്ങാൻ കഴിയാതെ ഉപരിതലത്തിലെ വിടവിലൂടെ മാഗ്മ പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഇങ്ങനെയാണ് വീനസിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. വളരെയധികം കാലമായി ചൂട് അടിഞ്ഞുകൂടി കിടക്കുന്നതിനാൽ ഈ സ്ഫോടനങ്ങൾ വളരെ വലുതായിരിക്കും. വീനസിൻ്റെ ഉപരിതലത്തിൻ്റെ 80% അഗ്നിപർവ്വത ലാവാ സമതലങ്ങളാണ്. ആയിരക്കണക്കിന് അഗ്നിപർവ്വതങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. വടക്കൻ ഭാഗത്തെ ഉയർന്ന പ്രദേശത്തെ ഇഷ്തർ ടെറ എന്നും തെക്കൻ ഭാഗത്തെ വലിയ ഉയർന്ന പ്രദേശത്തെ അഫ്രോഡൈറ്റ് ടെറ എന്നും അറിയപ്പെടുന്നു. വീനസ് വളരെയധികം പതുക്കെയാണ് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത്. ഭൂമി 24 മണിക്കൂർ സമയമെടുത്താണ് ഒരു തവണ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത്. എന്നാൽ ഭൂമിയുടെ 243 ദിവസങ്ങൾ സമയമെടുത്താണ് വീനസ് സ്വന്തം അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങുന്നത്. ഇത്രയും പതുക്കെ കറങ്ങുന്നതിനാൽ കേന്ദ്രഭാഗത്തിലെ, അതായത് കോർ ഭാഗത്തിലെ ഉരുകിയ ലോഹങ്ങൾ ചലിക്കാതെയാകുന്നു. ലോഹങ്ങൾ ചലിക്കാത്തതിനാൽ അവിടെ വൈദ്യുത പ്രവാഹവും ഉണ്ടാകുന്നില്ല. അതിൻ്റെ ഫലമായി അവിടെ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകുന്നില്ല. ഇതുകൊണ്ടാണ് വീനസിന് സ്വന്തമായൊരു കാന്തിക വലയം ഇല്ലാത്തതെന്നാണ് ശാസ്ത്രലോകം കരുതുന്നത്. വീനസിന് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്തതിനാൽ സൂര്യനിൽ നിന്നുള്ള സൗരക്കാറ്റ് വീനസിൻ്റെ അന്തരീക്ഷത്തിലുള്ള ചില വാതകങ്ങളെ ബഹിരാകാശത്തേക്ക് നഷ്ടപ്പെടുത്തുന്നു. എന്നിരുന്നാലും വീനസിൻ്റെ വളരെയധികം കട്ടിയുള്ള അന്തരീക്ഷം വീനസിനെ സൗരക്കാറ്റിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷണം നൽകുന്നുണ്ട്. വീനസ് സ്വന്തം അച്ചുതണ്ടിൽ ഒരു പ്രാവശ്യം കറങ്ങാനെടുക്കുന്ന സമയമെന്നത് 243 ഭൂമി ദിവസങ്ങളാണ്. എന്നാൽ സൂര്യനെ ഒരു പ്രാവശ്യം ഭ്രമണം ചെയ്യാൻ എടുക്കുന്ന സമയമെന്നത് 224.7 ഭൂമി ദിവസങ്ങൾ മാത്രമാണ്. ചുരുക്കത്തിൽ വീനസിൻ്റെ ഒരു വർഷത്തേക്കാൾ ദൈർഘ്യമുള്ളതാണ് വീനസിൻ്റെ ഒരു ദിവസം. അപ്പോൾ വീനസിലേക്ക് താമസം മാറ്റുകയാണെങ്കിൽ ഭൂമിയിലേക്കാൾ വേഗത്തിൽ ഓരോ വർഷവും ജന്മദിനം ആഘോഷിക്കാം. പുറമേ നിന്ന് നോക്കുമ്പോൾ വീനസ് ഭൂമിയുടെ ഇരട്ടയായിട്ടും ശാന്ത സ്വഭാവമുള്ള ഗ്രഹമായിട്ടും തോന്നും. എന്നാൽ ആ ശാന്തതയ്ക്ക് പിന്നിൽ അതികഠിനമായ ചൂടും സമ്മർദ്ദവും സൾഫ്യൂരിക് ആസിഡ് മഴയും കൊടുങ്കാറ്റുമെല്ലാം മറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ വീനസിനെ സൗരയൂഥത്തിലെ ഏറ്റവും അപകടകരമായ ഗ്രഹങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ വീനസിൻ്റെ കട്ടിയുള്ള മേഘങ്ങളും സാന്ദ്രമായ അന്തരീക്ഷവും കാരണം സാധാരണയായുള്ള ദൃശ്യപ്രകാശ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് അതിൻ്റെ ഉപരിതലത്തെ നേരിട്ട് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വീനസ് ഇന്നും അനേകം രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഗ്രഹമായി നിലനിൽക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.